ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഹോം വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബീഫ് ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് മസാല റെഡിയാക്കാൻ നമുക്ക് 3 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തത്, 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ബീഫാണ്. ബീഫ് മീഡിയം സൈസായി കട്ട് ചെയ്തിട്ട് അതിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മളൊരു 1/4 വേവാകുന്നതുവരെയും വേവിച്ചതാണ്. ഫുൾ വേവാവണ്ട. ഇനി നമുക്ക് മസാല റെഡിയാക്കാം. അതിനുള്ള പാനിൽ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ആഡ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമുക്ക് സവാള ആഡ് ചെയ്യാം. ഇപ്പോൾ പച്ചമണം മാറി സവാള ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാടി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നു. അതിന് ശേഷം 1 സ്പൂൺ ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി ഉപ്പിടുമ്പോൾ സവാള പെട്ടെന്ന് വാടിക്കിട്ടും. സവാള വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. മുളക് പൊടിയുടെ സ്മെല്ല് പോയി കഴിയുമ്പോൾ നമുക്ക് തക്കാളി കട്ട് ചെയ്തത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി കട്ട് ചെയ്ത് ഇപ്പം അതും ആടി വന്നിട്ടുണ്ട്. ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊന്ന് കുറുകി പാകമാവണം. ഇപ്പം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ഇനി റൈസ് റെഡിയാക്കാൻ നോക്കാം. ഇത് ബീഫ് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്കും റൈസ് ഞാൻ 1 കിലോ ബീഫിന് 1 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. ഞാൻ അരമണിക്കൂർ സോക്ക് ചെയ്ത് ട്രെയിൻ ചെയ്യാൻ വച്ചേക്കുവാണ് കഴുകി. ഇത് ഞാൻ ചെറിയ അരിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു കപ്പ് ഞാനിപ്പോൾ 1 കിലോ അരിക്ക് 1.25 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് ആവശ്യമായ സ്പൈസസ്: പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക്, സാജീരകം, പെരുംജീരകം, തക്കോലം. ഇത്രയാണ് നമുക്ക് ആവശ്യമായ സ്പൈസസ്. ഇനി നമുക്ക് പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചായിരുന്നു. ചൂടായി. ഇപ്പോൾ നമുക്ക് എല്ലാ സ്പൈസസും ആഡ് ചെയ്യാം. സ്പൈസസ് എല്ലാം പൊട്ടി വരുമ്പോഴാണ് നമ്മൾ സാജീരകവും പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നത്. ഞാനപ്പോൾ ഒരു സവാളയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സവാളയും കൂടെ ഇട്ട് വഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് അരി ഇട്ട് കൊടുക്കണം. അരി ഒന്ന് ചൂടായി കഴിയുമ്പോഴാണ് നമ്മളിതിൽ തിളപ്പിച്ച് വച്ചേക്കുന്ന വെള്ളം ഒഴിക്കേണ്ടത്. വെള്ളം ഞാൻ 1.25 കപ്പാണ് തിളപ്പിച്ചത്. അത് ഞാനിപ്പോൾ അതിൽ ഒഴിച്ചു വച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ വേവിക്കാം. ഇപ്പോൾ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു പകുതി ലെമൺ ഒഴിച്ചിട്ടുണ്ട്. അത് ചോറ് തമ്മിൽ പരസ്പരം ഒട്ടാതിരിക്കാനാണ് അത് ചെയ്തത്. ഇനി നമുക്കൊന്നും കൂടി ഇളക്കി മൂടി വയ്ക്കാം. മൂടി വെച്ച് ചെറിയ തീയിൽ ഞാനൊരു വെയിറ്റും കൂടി മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഞാൻ ഈ ചോറ് വെച്ചേക്കുന്നത്. ഇപ്പോൾ റൈസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ല റൈസെല്ലാം കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിനാവശ്യമായി ഗാർണിഷിന് വേണ്ടി ഞാൻ നട്ട്സും കിസ്മസും ഒനിയനും കൂടി ഫ്രൈ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇപ്പോൾ ബീഫെല്ലാം കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു പോട്ടിൻ്റെ അടിയിൽ ബീഫ് ആദ്യം ഇട്ടു, പിന്നെ റൈസ്. അങ്ങനെയാണ്. നിങ്ങൾക്ക് ബീഫ് മാത്രം അടിയിൽ വെച്ചിട്ട് റൈസ് മാത്രം മുകളിൽ, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ലെയർ ആയിട്ടാണ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ ബീഫ് ഇട്ടു, റൈസ് ഇട്ടു, ലാസ്റ്റ് ഫ്രൈ ചെയ്തതെല്ലാം ഇട്ട് നമുക്കിനി ദം ചെയ്യാൻ വയ്ക്കാം.
ദം ചെയ്യാൻ ഞാനൊരു പഴയ ഇരുമ്പിൻ്റെ പാനാണിത്. ഇത് ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലാണ് ഞാൻ ബിരിയാണി പോട്ട് വയ്ക്കുന്നത്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിൽ ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ല സ്മെല്ലാണ് വരുന്നത്. നല്ല ടേസ്റ്റി ബിരിയാണിയാണ്. ഈസി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.